2 ദിവസങ്ങൾക്ക് മുൻപ് ഓഫീസിൽ ഒരു ചെറിയ ബഹളമുണ്ടായി. ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ വേണ്ടി വന്ന ക്ലയന്റ് ഒരു പ്രശ്നം അവതരിപ്പിക്കുന്നതാണ് കാര്യം. അതായത് നമ്മൾ ആ വർക്ക് സീനിയർ ആയിട്ടുള്ള സ്റ്റാഫിന് കൊടുത്തെങ്കിലും അദ്ദേഹത്തിന്റെ സ്റ്റാഫിനെ കുറിച്ചുണ്ടായിരുന്ന കംപ്ലൈന്റ്, ഞാൻ ഇവർക്ക് കൊടുക്കാത്ത ഇൻഫർമേഷൻസ് പലതും ഇവരെന്നോട് ഡൗട്ടായി ചോദിക്കുന്നുണ്ട്. ഞാൻ ഇവർക്ക് കൊടുക്കാത്ത ബാങ്ക് അക്കൗണ്ടിന്റെ കാര്യങ്ങളും ഇവർക്ക് കൊടുക്കാത്ത ഇൻകമിന്റെ സോഴ്സുകളും മറ്റു കാര്യങ്ങളും ഇവരെന്നോട് ചോദിക്കുന്നു. സോ ഇവരെന്റെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ പേഴ്സണൽ ഇൻഫർമേഷൻസും പേഴ്സണൽ മെസ്സേജുകളും ഞാൻ അറിയാതെ ഇവരെടുത്ത് വായിക്കുന്നുണ്ട് എന്നുള്ളതായിരുന്നു അദ്ദേഹത്തിന്റെ കംപ്ലൈന്റ്. സോ ഇന്നത്തെ കാലത്ത് ഒരു വ്യക്തിയെ കുറിച്ച് അവര് പറഞ്ഞില്ലെങ്കിലും ഇൻകം ടാക്സിന് ആ വിവരങ്ങൾ കൈമാറാൻ ഒരു സ്ഥാപനങ്ങളെ അല്ലെങ്കിൽ നിശ്ചയിക്കപ്പെട്ടിട്ടുള്ള പല സ്ഥാപനങ്ങളെയും ഇൻകം ടാക്സ് റൂളുകളിലൂടെ അവരെ പ്രതിബദ്ധരാക്കിയിട്ടുണ്ട്. സോ അതിലൂടെ ആ സ്ഥാപനങ്ങൾ ഇൻകം ടാക്സിനെ അവരവരുടെ വിവരങ്ങൾ അറിയിക്കുകയും ഇൻകം ടാക്സ് ആ വിവരങ്ങൾ ആ ഇൻകം ടാക്സ് അക്കൗണ്ടിലൂടെ നമുക്ക് കൈമാറുകയും ചെയ്യുന്നു. ഇങ്ങനെയാണ് ഒരു വ്യക്തി അവരെക്കുറിച്ച് പറഞ്ഞിട്ടില്ലാത്ത വിവരങ്ങൾ പോലും ഇൻകം ടാക്സ് സൈറ്റിലേക്ക് ലോഗിൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റുന്നത്. സോ ഇവിടെ വില്ലനായി അവതരിച്ചത് ഹാക്കിങ്ങോ അല്ലെങ്കിൽ പേഴ്സണൽ മെസ്സേജുകളുടെ ലീക്കിങ്ങോ ആയിരുന്നില്ല. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ടാക്സ് പെയർ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്ന 2 സ്റ്റേറ്റ്മെന്റുകളിലൂടെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് തന്നെ ആ വ്യക്തിയെ കുറിച്ച് നമ്മൾക്ക് പറഞ്ഞു തന്ന സ്റ്റേറ്റ്മെന്റുകളായിരുന്നു. ഞാൻ ഹേമന്ത് പുല്ലാനിക്കാട്. മറ്റൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് AIS എന്താണ്, TIS എന്താണ്, പണ്ട് ഉണ്ടായിരുന്ന അല്ലെങ്കിൽ ഇപ്പോഴും നിലനിൽക്കുന്ന 26AS എന്നുള്ള ഫോമുമായി ഇതെങ്ങനെ വ്യത്യാസപ്പെടും. പല വ്യക്തികൾക്കും അറിയാവുന്ന ഒരു ഫോം എന്ന് പറയുന്നത് 26AS എന്നുള്ള ഫോം മാത്രമായിരുന്നു. പണ്ട് 26AS ഇപ്പോഴും എന്തൊക്കെ ഇൻഫർമേഷൻസ് ആണ് തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ TDS, TCS, ടാക്സ് ഡിഡക്ഷൻ, ടാക്സ് കളക്ഷനെ കുറിച്ചുള്ള ഇൻഫർമേഷനും ഹൈ വാല്യൂ ഇൻവെസ്റ്റ്മെന്റുകളും പ്രോപ്പർട്ടി പർച്ചേസ് ഉണ്ടെങ്കിൽ അതും എന്നുള്ള ഇൻഫർമേഷൻസ് മാത്രമായിരുന്നു തന്നിരുന്നത് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പല ധനകാര്യ സ്ഥാപനങ്ങളും മറ്റു സ്ഥാപനങ്ങളും അവരെ നിർബന്ധിച്ച് പല റൂളുകളിലൂടെ ഇൻകം ടാക്സ് ഇൻഫർമേഷൻസ് ഫയൽ ചെയ്യാൻ പറയുന്നു. അങ്ങനെ ഫയൽ ചെയ്ത ഇൻഫർമേഷൻസ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആയും ടാക്സ് പെയർ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് ആയും ഇൻകം ടാക്സ് സൈറ്റിലൂടെ നമുക്ക് ആ ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. സോ പണ്ട് നമ്മൾ ക്ലയന്റ് കൊണ്ടുവന്ന ഇൻഫർമേഷൻ ശരിയാണോ എന്ന് നോക്കുകയായിരുന്നു ചെയ്തിരുന്നത് എങ്കിൽ ഇപ്പോൾ ഇൻകം ടാക്സ് ഓൾറെഡി നമുക്ക് അവൈലബിൾ ആക്കിയിട്ടുള്ള ഇൻഫർമേഷൻ ക്ലയന്റ് തരുന്നതുമായി ഓക്കെ ആയി പോകുന്നുണ്ടോ എന്നുള്ളതാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നത്. ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും ടാക്സ് പെയർ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റും നമുക്ക് നെഗറ്റീവ് ആണ് എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. കാരണം നമ്മളെ കുറിച്ച് ഇൻകം ടാക്സ് അറിഞ്ഞിട്ടുള്ള വിവരങ്ങൾ നമ്മൾ പറയാതെ തന്നെ, നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യാതെ തന്നെ അറിഞ്ഞിരുന്ന വിവരങ്ങൾ നമ്മളിലേക്ക് എത്തിക്കുകയാണ്. നമ്മൾ റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപേ നമ്മളിലേക്ക് എത്തിക്കുകയാണ് ഇൻകം ടാക്സ് ചെയ്യുന്നത്. എന്നിട്ട് അത് എത്തിക്കുന്നു എന്ന് മാത്രമല്ല, അത് ശരിയാണോ അത് തെറ്റാണോ എന്ന് നമുക്ക് കമന്റ് ചെയ്യാനുള്ള, റെസ്പോൺസ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ കൂടെ നമുക്ക് അവൈലബിൾ ആക്കി തരും. സോ ഇൻഫോർമേഷൻ മസ്റ്റായിട്ട് നമ്മൾ യൂസ് ചെയ്യണം റിട്ടേൺ ഫയൽ ചെയ്യുന്നതിന് മുൻപ് തന്നെ. എന്താണ് EIS-ലൂടെ ഇൻകം ടാക്സ് ഉദ്ദേശിക്കുന്നത്? EIS-ലൂടെ ഇൻകം ടാക്സ് 3 കാര്യങ്ങളാണ് ഉദ്ദേശിക്കുന്നത്. 1, ഇൻകം ടാക്സിന് കിട്ടിയിട്ടുള്ള വിവരങ്ങൾ ആ ടാക്സ് പെയറിലേക്ക് കൂടെ ഷെയർ ചെയ്യുക, ഒന്നാമത്തെ കാര്യം. 2, കൂടുതൽ കംപ്ലൈൻസ്, അതായത് കൃത്യമായി നിങ്ങൾ ടാക്സ് അടയ്ക്കുന്നുണ്ട് എന്ന് ഉറപ്പിക്കുക, രണ്ടാമത്തെ കാര്യം. മൂന്നാമത്തെ കാര്യം, ടാക്സ് അടയ്ക്കാത്തവരെ കയ്യോടെ സിസ്റ്റത്തിലൂടെ തന്നെ പിടികൂടാനുള്ള ഒരു സംവിധാനം ഉറപ്പാക്കുക എന്നുള്ള 3 കാര്യങ്ങളാണ് AIS അല്ലെങ്കിൽ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലൂടെ ഇൻകം ടാക്സ് ഉറപ്പിക്കുന്ന കാര്യം. എങ്ങനെയാണ് ഈ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇൻകം ടാക്സിലേക്ക് ഡാറ്റകൾ എത്തുന്നത് എങ്ങനെയാണ്? അതായത് 285BA എന്നുള്ളൊരു സെക്ഷനിലൂടെ ഇൻകം ടാക്സ് പല ധനകാര്യ സ്ഥാപനങ്ങളോടും മറ്റ് സ്ഥാപനങ്ങളോടും നിർബന്ധമായും കുറെ ഇൻഫർമേഷൻസ് പാൻ ബേസിൽ ഷെയർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഉദാഹരണത്തിന്, നിങ്ങൾ ബാങ്കിൽ ക്യാഷ് ഡെപ്പോസിറ്റ് ചെയ്യുകയാണെങ്കിൽ, ക്രെഡിറ്റ് കാർഡ് പേയ്മെന്റുകൾ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ, നിങ്ങൾ സ്ഥലങ്ങൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ പല ട്രാൻസാക്ഷൻസും 2 ലക്ഷം രൂപയിൽ കൂടുതൽ ഒരു സാധനം വാങ്ങുകയോ വിൽക്കുകയോ ക്യാഷ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ, ഇതേപോലെ ഒരളവിൽ കൂടുതൽ ക്യാഷ് പേയ്മെന്റ് നടത്തിയാലോ ഒരളവിൽ കൂടുതൽ പേയ്മെന്റ് കൊടുത്താലോ പേയ്മെന്റ് കിട്ടിയാലോ നിങ്ങളുടെ പാൻ ബേസ്ഡിൽ ഇൻകം ടാക്സിലേക്ക് ഡാറ്റ കൊടുക്കാൻ പല കാര്യങ്ങളെയും പല സ്ഥാപനങ്ങളെയും ഇൻകം ടാക്സ് നിർബന്ധിതരാക്കുന്നു. ഇങ്ങനെ ഷെയർ ചെയ്ത ഇൻഫർമേഷൻ ആണ്, ഇൻകം ടാക്സിന് കിട്ടിയ ഇൻഫർമേഷൻ ആണ് ഇൻകം ടാക്സ് AIS എന്നുള്ള സ്റ്റേറ്റ്മെന്റിലൂടെ ടാക്സ് പെയറെ അറിയിക്കുന്നത്. ഇത് മാത്രമല്ല, അതായത് നിങ്ങളുടെ ട്രാൻസാക്ഷൻസ് മാത്രമല്ല, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഡിവിഡൻഡ് എത്ര, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് വരുമാനങ്ങൾ എത്ര, FD-യിലോ SB-യിലോ RD-യിലൂടെയോ കിട്ടിയിട്ടുള്ള ഇൻട്രസ്റ്റ് വരുമാനങ്ങൾ എത്ര, നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള വാടക വരുമാനം എത്രയാണ് എന്നതിലുപരി നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള പല ഇൻകം ഡീറ്റെയിലുകളും ഇൻകം ടാക്സിന് നിങ്ങൾ പറയുന്നതിന് മുൻപേ അറിഞ്ഞ് ഈ ഇൻഫർമേഷൻ ശരിയാണോ അല്ലയോ എന്ന് നിങ്ങളോട് ചോദിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് ആണ് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. ഇതിലൂടെ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ള മറ്റൊരു ചാൻസ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങളെക്കുറിച്ച് ഏതെങ്കിലും തന്നിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ച് ഇൻകം ടാക്സ് AIS-ൽ പറഞ്ഞിട്ടുള്ള ഇൻഫർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്കത് തെറ്റാണ്, അല്ലെങ്കിൽ ഇൻഫർമേഷൻ ശരിയാണ്, ഇൻഫർമേഷൻ പകുതിയേ ശരിയുള്ളൂ, ഇൻഫർമേഷൻ എന്നെ സംബന്ധിക്കുന്നതല്ല, ഈ ഇൻഫർമേഷൻ ശരിയാണെങ്കിലും ഞാൻ ഇതിന് ടാക്സ് കൊടുക്കേണ്ട ആവശ്യമില്ല എന്ന് ഓപ്ഷൻസ് കൊടുക്കാൻ അല്ലെങ്കിൽ എന്ന് റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് ഇൻകം ടാക്സ് നിങ്ങൾക്ക് തന്നെ അവൈലബിൾ ആക്കിയിട്ടുണ്ട്.
കഴിഞ്ഞ വർഷം വരെയും ഈ റെസ്പോൺസ് കൊടുക്കാൻ മാത്രമേ നിങ്ങൾക്ക് അധികാരം ഉണ്ടായിരുന്നുവെങ്കിൽ ഈ വർഷം മുതൽക്ക് ഈ റെസ്പോൺസ് കൊടുത്താൽ, ഉദാഹരണത്തിന് ഒരു വ്യക്തിയെക്കുറിച്ച് 1 ലക്ഷം രൂപ അവർക്ക് ഇൻട്രസ്റ്റ് വരുമാനം കിട്ടി എന്നൊരു ബാങ്ക് ഇൻഫോർമേഷൻ കൊടുത്തു എന്നിരിക്കട്ടെ. ഈ ഇൻഫോർമേഷൻ തെറ്റാണെങ്കിൽ നിങ്ങൾക്ക് ആ ഇൻഫോർമേഷൻ ശരിയല്ല, ഈ ഇൻഫോർമേഷൻ ഇസ് ഡിനൈഡ് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് ചൂസ് ചെയ്യാനായിട്ട് പറ്റും. ഇങ്ങനെ ചൂസ് ചെയ്ത ഓപ്ഷനെ പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് പോലും അറിയാനുള്ള ഒരു ചാൻസ് ഇപ്പോൾ ഇൻകം ടാക്സ് തരുന്നുണ്ട്. അതായത് നിങ്ങൾ കൊടുത്തിട്ടുള്ള ഫീഡ്ബാക്ക് ആ സോഴ്സിൽ എത്തിയോ, ബാങ്കിൽ എത്തിയോ, ബാങ്കിലേക്ക് അത് എന്നാണ് എത്തിയത്, ബാങ്ക് ഫീഡ്ബാക്ക് എന്താണ് തന്നത്, ആ ഫീഡ്ബാക്ക് തന്ന ഡേറ്റ് എന്തായി എന്നാണ് എന്നുള്ളത് വരെയും അറിയാനുള്ള ഒരു ഓപ്ഷൻ ഇപ്പോൾ ഇൻകം ടാക്സ് ഈ വർഷം മുതൽ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇങ്ങനെ നിങ്ങൾ നോക്കി, നിങ്ങൾ വെരിഫൈ ചെയ്ത്, നിങ്ങൾ കറക്റ്റ് ആക്കിയ അല്ലെങ്കിൽ നിങ്ങൾ റിജക്ട് ചെയ്തിട്ടുള്ള, നിങ്ങൾ റെസ്പോണ്ട് ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം അപ്ഡേറ്റ് ആയിക്കൊണ്ടേയിരിക്കുന്നു ഈ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ്. ഇതിനുശേഷം ഒരു ഫൈനൽ ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് അവിടെ ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്നുകൊണ്ടിരിക്കും. ഇതിനുശേഷം എന്താണോ ഫൈനലൈസ് ആയി വന്ന ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ ഇൻഫോർമേഷൻസ്, ഇതാണ് ടാക്സ് പെയർ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ള ആ സ്റ്റേറ്റ്മെന്റിലേക്ക് മാറ്റപ്പെടുന്നത്. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ പറഞ്ഞാൽ, ആനുവൽ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ വന്നിട്ടുള്ള തെറ്റുകളെല്ലാം ഒഴിവാക്കി, ഡ്യൂപ്ലിക്കേഷൻസ് ഒഴിവാക്കി, ടാക്സ് പെയർ കൊടുത്തിട്ടുള്ള റെസ്പോൺസും അതിന് കിട്ടിയിട്ടുള്ള ഫീഡ്ബാക്കും കൺസിഡർ ചെയ്തതിനു ശേഷമാണ് ടാക്സ് പെയർ ഇൻഫോർമേഷൻ സ്റ്റേറ്റ്മെന്റ് എന്നുള്ളൊരു സമ്മറി സ്റ്റേറ്റ്മെന്റ് ഈ ടാക്സ് പെയർക്കായിട്ട് അനുവദിച്ചു തരുന്നത് അല്ലെങ്കിൽ അവൈലബിൾ ആക്കുന്നത്. സോ ഇങ്ങനെ AAS നോക്കി TAS ഓട്ടോ പോപ്പുലേറ്റ് ആയി വന്ന് AASലൂടെ റെസ്പോൺസ് കൊടുത്ത് ഇതെല്ലാം കറക്റ്റ് ചെയ്തതിനു ശേഷം മാത്രമേ നിങ്ങൾ നിങ്ങളുടെ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യാൻ പാടുള്ളൂ. എല്ലാ ഇൻകം സോഴ്സുകൾക്കും നിങ്ങൾക്ക് ഓപ്ഷൻസ് അല്ലെങ്കിൽ റെസ്പോണ്ട് ചെയ്യാനുള്ള ഓപ്ഷൻസ് AASൽ അവൈലബിൾ ആണ്. സോ ഈ ഓപ്ഷൻ നിർബന്ധമായി നിങ്ങൾ യൂസ് ചെയ്യൂ, ഫീഡ്ബാക്കുകൾ കൊടുക്കൂ. ഫീഡ്ബാക്കുകൾ കൊടുത്തിട്ടില്ലെങ്കിൽ ഇത് ശരിയാണ് എന്നുള്ളൊരു ചാൻസിലേക്ക് അല്ലെങ്കിൽ ഒരു ഊഹത്തിലേക്ക് എത്താനുള്ള ഒരു സാഹചര്യവും നിലനിൽക്കുന്നു. സോ നിർബന്ധമായും നിങ്ങൾ 26AS മാത്രമല്ല AASും TASും 26ASും നോക്കി അതിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻസ് എല്ലാം കൺസിഡർ ചെയ്ത് തെറ്റാണെങ്കിൽ തെറ്റാണെന്ന് അറിയിച്ച് റെസ്പോണ്ട് കൺസിഡർ ചെയ്തതിനു ശേഷം മാത്രം റിട്ടേൺ ഫയൽ ചെയ്യൂ. അതിൽ വന്നിട്ടുള്ള ഇൻഫോർമേഷൻ നിങ്ങൾ റെസ്പോണ്ട് ചെയ്യാതെ റിട്ടേൺ ഫയൽ ചെയ്താലും നിങ്ങൾക്ക് ഭാവിയിൽ ഭവിഷ്യത്തുകൾ വരാനും നോട്ടീസുകൾ വരാനും സാധ്യതയുണ്ട്. വരുന്നൊരു ഇൻഫോർമേറ്റീവ് വീഡിയോയിൽ ഏതൊക്കെ ഇൻകങ്ങളാണ് നിങ്ങൾക്ക് ടാക്സബിൾ അല്ലാത്തത് എന്നുള്ളൊരു പോയിന്റിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. നന്ദി, നമസ്കാരം.